ഓം ശാന്തി. പ്രഭാത മുരളി 22/3/20. मीठे बच्चे, अगर बाप से मिलन मनाना है, पावन बनना है तो सच्चे सच्चे रूहानी आशिक बने। एक बाप के सिवाय किसी को भी याद न कर. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, അഥവാ ബാബയുമായി മിലനം ആഘോഷിക്കണമെങ്കിൽ, പാവനമാകണമെങ്കിൽ സത്യമായ ആത്മീയ പ്രിയതമകളായി മാറും. ഒരു ബാബയൊഴികെ വേറെ ആരെയും ഓർമ്മിക്കരുത്. ബാബ പറയുകയാണ്, നമുക്ക് പരമാത്മാവുമായി ബാബയുമായി കൂടിച്ചേരണമെങ്കിൽ, ബാബയുമായി കൂടിച്ചേർന്ന അനുഭൂതി ലഭിക്കണമെങ്കിൽ, പാവനമാകണമെങ്കിൽ നമ്മൾ ഒരേ ഒരു ബാബയുടെ പ്രിയതമകളായി മാറി ആ ഒരേ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കും. ചോദ്യം: ब्राह्मण जो देवता बनते हैं उन ब्राह्मणों का पद देवताओं से भी ऊंचा है, तो कैसे? ബ്രാഹ്മണർ ദേവതകളായി മാറും. ആ ബ്രാഹ്മണരുടെ പദവി ദേവതകളെക്കാളും ഉയർന്നതാണ്. എങ്ങനെ? ബ്രാഹ്മണരാണ് ദേവതകളായി മാറുന്നത്, പക്ഷേ ബ്രാഹ്മണരുടെ പദവി ദേവതകളെക്കാളും ഉയർന്നതാണ്. അത് എങ്ങനെ? ഉത്തരം: ബ്രാഹ്മൺ ഇസ് സമയം സച്ചേ സച്ചേ റുഹാനി സോഷ്യൽ വർക്കർ. ബ്രാഹ്മണര് ഈ സമയത്ത് സത്യസത്യമായ ആത്മീയ സാമൂഹ്യ പ്രവർത്തകരാണ്. മനുഷ്യർക്ക് രൂഹക്കോ പവിത്രത യോഗ ഇൻജക്ഷൻ ലഗാത്തെ. അവരെന്ത് സോഷ്യൽ വർക്കാ ചെയ്യുന്നത്? മനുഷ്യാത്മാവിനെ പവിത്രതയുടെയും യോഗത്തിന്റെയും ഇൻജക്ഷൻ നൽകുന്നു. ഭാരതಕ್ಕೆ ഡുബേ ഹുയേ ബേഡേക്കോ ശ്രീമത്ത് പർ പാർ ലഗാത്തെ. ഭാരതത്തിന്റെ മുങ്ങിപ്പോയ തോണിയെ ബാബയുടെ ശ്രീമത്തിലൂടെ അപ്പുറത്തേക്ക് എത്തിക്കും. നരകവാസി ഭാരതക്കോ സ്വർഗവാസി ബനാത്തെ. നരകവാസിയായി തീർന്ന ഭാരതത്തെ സ്വർഗവാസിയാക്കി മാറ്റും. ഐസി സേവ ദേവതായും നഹീം കരയും. ഇപ്രകാരമുള്ള സേവനം ദേവതകൾ ചെയ്യുന്നില്ല. വഹ്തോ ഈ സമയത്തെ സേവാക്കി പ്രാലബ്ധ ഭോഗത്തെ ഹി, ഇസ്ലിയെ ബ്രാഹ്മൺ ദേവതാവും സേ ബി ഊഞ്ചി. അവരെ ദേവതകള് ഈ സമയത്ത് ബ്രാഹ്മണരായി ചെയ്ത സേവനത്തിന്റെ പ്രാലബ്ധമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണര് ദേവതകളെക്കാളും ഉയർന്നവരാണ്. ബാബ തെളിയിച്ചു പറഞ്ഞു തരികയാണ്, ബ്രാഹ്മണരാണ് സേവനം ചെയ്യുന്നത്. അപ്പൊ ഒരാൾ മഹാനാക്കുന്നത് ഉയർന്നതാക്കുന്നത് ആരാണ്? സേവനമാണ്. ദേവതകൾ സേവനം ചെയ്യുന്നില്ല. ഈ സമയത്ത് ചെയ്ത സേവനത്തിന്റെ കർമ്മഫലം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം, അതിന്റെ പ്രാപ്തിയാണ് അവരെടുക്കുന്നത്. അവര് സേവനമൊന്നും ചെയ്യുന്നില്ല. ഈ സമയത്താണ് മനുഷ്യാത്മാവിനെ പവിത്രമാക്കാനുള്ള ജ്ഞാന സേവനം, ആത്മീയ സേവനം, അതേപോലെ മുങ്ങിപ്പോയ ഭാരതത്തെ ഉയർത്തിയെടുക്കാനുള്ള ഈശ്വരീയ മാർഗത്തിലുള്ള സേവനം ബ്രാഹ്മണർ ചെയ്യുന്നത് ഈ സമയത്താണ്. അതുകൊണ്ട് ബ്രാഹ്മണരാണ് ഉയർന്നത്. ഗീതം: ഹമാരെ തീർത്ഥ ന്യാരഹി. നമ്മുടെ തീർത്ഥം വ്യത്യസ്തമാണ്. ഓം ശാന്തി. ബച്ചോനെ ഗീത സുന്ന. കുട്ടികൾ ഈ പാട്ട് കേട്ടു. ഹം ജോ ജീവ് ആത്മായേ ഹെ. ആത്മാ അവർ ശരീർ. ആത്മാക്കോ ആത്മാ അവർ ശരീർ കോ ജീവ് കഹാ ജാതാ ഹെ. നമ്മളെ ജീവാത്മാക്കൾ എന്നാണ് വിളിക്കുന്നത്. ആത്മാവും ഉണ്ട്, ശരീരവും. ആത്മാവ് ആത്മാവ്, ശരീരത്തെ ജീവൻ എന്ന് വിളിക്കും. ആത്മായും ആത്മീയ പരംധാംസെ. ആത്മാക്കൾ വന്നത് പരംധാമത്തിൽ. യഹം ആക്കർ ശരീർ ധാരണ കർത്തേ. ഇവിടെ വന്നിട്ട് ഭൂമി കൊടുത്ത ശരീരത്തിൽ പ്രവേശിക്കും. യഹ് കർമ്മക്ഷേത്ര ഹെ ജഹം ഹം ആക്കർ പാട്ട് ബജാത്തെ. ഈ ഭൂമി കർമ്മക്ഷേത്രമാണ്. ഈ കർമ്മക്ഷേത്രത്തിൽ വന്നിട്ടാണ് നമ്മൾ ആത്മാവ് പാട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? കാണുക, കേൾക്കുക, ചെയ്യുക. അതിന് ശരീരം വേണം. ആ ശരീരം പ്രകൃതി കൊടുക്കും. ആത്മാവ് ബ്രഹ്മത്തിൽ നിന്ന് വരും. ബാബ കാത്തേഹി മുജേബി പാട്ട് ബജാനാഹി. ബാബ പറയാണ്, എനിക്കും പാർട്ട് അഭിനയിക്കാനുണ്ട്. മെം തോ പതിതോംകോ പാവൻ ബനാനെ ആയ. ബാബയുടെ പാർട്ട് എന്താണ്? പതിതരെ പാവനമാക്കാനായിട്ടാണ് ഞാൻ വരുന്നത്. ഈ സമയം ഇസ് പതിത ദുനിയാമേ ഏക് ഭി പാവൻ നഹി. ഈ സമയത്ത് ഈ പതിത ലോകത്തിലെ ഒരാൾ പോലും പാവനമല്ല. പാവൻ ദുനിയാമേ ഫിർ ഏക് ഭി പതിത നഹി രഹേഗ. പാവന ലോകത്തിലാണെങ്കിൽ ഒരാൾ പോലും പതിതമായിട്ടുണ്ടാവില്ല. സത്യയുഗ ത്രേത പാവൻ, ദ്വാപർ കലിയുഗ പതിത്. സത്യയുഗം ത്രേതായുഗം പാവനം, ദ്വാപര കലിയുഗം പതിതം. पतित पावन बाप ही आकर सबको शिक्षा देते हैं. आत्माएं, तुमने इस शरीर के साथ 84 जन्मों का पाठ पूरा किया.
പതിത പാവനനായ ബാബ തന്നെ വന്ന് ആത്മാക്കളെ പഠിപ്പിക്കുന്നത്. ശരീരത്തെ പഠിപ്പിക്കാൻ പറ്റില്ല അല്ലെ, ശരീരത്തിന് ബോധമില്ല. ആത്മാക്കളോട് പറയാണ് നിങ്ങളുടെ 84 ജന്മങ്ങളുടെ പാർട്ട് പൂർത്തിയായി. ഉസ്മയം ആധാ സമയ ദുഃഖ പായാതെ, അതിൽ പകുതി ഭാഗം സുഖം അനുഭവിച്ചു, അതിന്റെ പകുതി ഭാഗം ദുഃഖം അനുഭവിച്ചു. ദുഃഖ ബി ധീരെ ധീരെ ശുരു ഹോത്തായി, ദുഃഖവും പതുക്കെ പതുക്കെ ആരംഭിക്കുകയാണ് ചെയ്തത്. അഭി ബഹുത് ദുഃഖ, ഇപ്പോൾ ദുഃഖം വളർന്ന് വളർന്ന് കണ്ടമാനം ദുഃഖമായി. അജൻ ബഹുത് ആബ്ദായം ആനവാലി, ബാബ പറഞ്ഞു ഇനി വരാൻ പോകുന്നതോ ഭയാനകമായ ആപത്തുകളാണ് ലോകത്ത് വരുന്നത്. ഈ സമയം സബ ഭ്രഷ്ടാചാരി, ഈ സമയത്ത് എല്ലാവരും ഭ്രഷ്ടാചാരികളാണ്. കൊയ്ക്കാബി योग ബാബയ്ക്ക് സാത്ത് നഹി, ഈ സമയത്ത് ആരുടെയും യോഗം പരമാത്മാവിന്റെ കൂടെയില്ല, ബാബയുടെ കൂടെയില്ല. ആത്മാ അപ്പനേക്കോ ഭൂൽ ഗയി, കാരണം എന്താണ്? ആത്മാവ് ആത്മാവിനെ മറന്നുപോയി. അപ്പൊ ബാബ ബൈഡ് സമച്ചാത്തെ ഹി ജൈസെ ആഷിഖ് മാഷിഖ് ഹോത്തെ ഹി നാ, ജൈസെ जैसे देखो बच्चे और बच्चा ही एक दो को बिल्कुल जानते भी नहीं है, दोनों की सगाई होने से फिर आशिक माशिक बन जाते हैं. ബാബ പറയാണ് ഒരു പ്രിയതമ പ്രിയതമനെ ഓർമ്മിക്കുന്നത് പോലെ എന്നെ ഓർമ്മിക്കണം. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവർക്ക് പരസ്പരം അറിയാനേ പാടില്ല, പക്ഷെ വിവാഹ നിശ്ചയം കഴിയുമ്പോൾ അവർ പരസ്പരം മനസ്സിലാക്കി സ്നേഹമായി. ബാബ പറയണോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിക്കുന്നത് പോലെ നമ്മൾ ജീവാത്മാവ് പരമാത്മാവിനെ ഓർമ്മിക്കണം. വഹ് സഗായി होते हैं विगार के लिए, വികാരി പതിത ആഷിക് മാഷിക് കഹേങ്കി, ആ വിവാഹ നിശ്ചയം അവർക്ക് വികാരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അവര് വികാരികളാകും, പതിതമാകും. दूसरे आशिक माशिक होते जो सिर्फ चेहरे पर आशिक होते, ലൈല മജ്നു ആദി ഏക് ദോ കോ ശക്ൽ देखने रहते हैं. ബാബ പറയണു വേറെ വളരെ പ്രശസ്തമായ ചില പ്രിയതമകളും പ്രിയതമനുണ്ട്, അവര് വികാരത്തിന് വേണ്ടിയിട്ടല്ല, അവർ പക്ഷെ മുഖമാണ് നോക്കുന്നത്. ആ പരസ്പരം മുഖം കണ്ടിട്ട് വളരെയധികം സ്നേഹിച്ച് അങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും. ബഹു വികാരമേ നഹിം ചാൽ, അവര് വികാരത്തിലേക്ക് പോകില്ല. കാം കർത്തേ കർത്തേ മാഷിക്ക് സാമനെ ഘട ഹോ ജായ, അവര് ജോലികൾ ചെയ്യുമ്പോഴും ആ പ്രിയതമൻ തന്നെയായിരിക്കും അവരുടെ മുമ്പിൽ വരുന്നത്. ജയ്സെ മീരാക്ക് സാമനെ കൃഷ്ണ ഘട ഹോ ഗയ, ബാബ പറയണു മീരയുടെ മുമ്പിൽ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു. അഭി യഹ് പരംപിത പരമാത്മാ മാഷുക്ക് ജിസ്കി ഇസ് ഹം സബ് ആത്മായും ആശിക്കും. പക്ഷെ ഇവിടെ ഈ ദേഹമേ ഇല്ല, വികാരവുമില്ല, ദേഹവുമില്ല, ഇവിടെ നിരാകാരനാണ്. അപ്പൊ ബാബ പറയാണ് ഇവിടെ നമ്മൾ പരമാത്മാവ്, പരംപിത പരമാത്മാവാണ് പ്രിയതമൻ, നമ്മൾ എല്ലാ ആത്മാക്കളും പ്രിയതമകളാണ്. സബ് ഉൻകോ യാദ് കർത്തെ, എല്ലാവരും ഓർമ്മിക്കുന്നത് ബാബയാണ്. ആഷിഖ് ബഹുത് ഹെ മാഷിഖ് ഏക് ഹെ സബിക, പ്രിയതമകൾ ധാരാളമുണ്ട്, പ്രിയതമൻ എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. സബി മനുഷ്യ മാത്ര ഉസ് ഏക് ഹെ ആഷിഖ് ഹെ, എല്ലാ മനുഷ്യരും ബാബ പറയാണ് ആ പ്രിയതമന്റെ പ്രിയതമകളാണ്. ഭക്തി കർത്തേ ഹെ ഭഗവാൻ സെ മിൽനെ കെ ലിയെ, ഭക്തി ചെയ്യുന്നത് തന്നെ ഭഗവാനുമായി ചേരാനാണ്. ഭക്ത് ഹോത്തെ ഹെ ആഷിഖ് ഭഗവാൻ ഹുവ മാഷിഖ്, ഭക്തരെല്ലാവരും പ്രിയതമകളാണ്, ഭഗവാൻ പ്രിയതമനാണ്. അബ് മിലൻ കൈസെ ഹോ, പക്ഷെ എങ്ങനെ ഇവർ തമ്മിൽ ചേരും? തോ സബ്കോ ജോ മാഷിഖ് പരമാത്മാ ഹെ വഹ് ആത്മ, അപ്പോൾ ആർക്കും തന്നെ പ്രിയതമനെ അറിയാൻ പാടില്ല. എല്ലാവരും വിളിക്കുന്നുണ്ട് ദൈവം അല്ലെ, ദൈവം എന്നെ കാണണം എന്നൊക്കെ പറയുന്നു. അപ്പോ തന്റെ പരിചയം നൽകാൻ വേണ്ടി പ്രിയതമൻ തന്നെ താഴേക്ക് ഇറങ്ങി വരും. अब आए हैं और कहते हैं अगर तुम बच्चों को मेरे से मिलना है तो निरंतर मुझे एक को याद. ഇപ്പോൾ ബാബ വന്നിട്ടുണ്ട്, എന്നിട്ട് ബാബ പറയാണ് നിങ്ങൾക്ക് ഞാനുമായി ചേരണമെങ്കിൽ നിരന്തരം എന്നെ തന്നെ ഓർമ്മ അല്ലെ, അതിന് വിട്ടുവീഴ്ചയില്ല. നിരന്തരം ഞാൻ എവിടെയിരിക്കുന്നു അവിടെ എന്നെ നിരന്തരം ഓർമ്മയും, കാര്യം അവിടെ എത്തിച്ചേരണം. മേരെ സാത്ത് യോഗ ലഗാക്കർ മേരെ ഹി ആഷിഖ് ബനോ, എന്നെ ഓർമ്മിച്ച് എന്നോട് യോഗ വെച്ച് എന്റെ പ്രിയതമകളായി മാറണം. രാവൺ രാജ്യമേ ദുഃഖഹീൻ, ബാബ പറയാണ് ഇനി അങ്ങനെ അല്ലെങ്കിലും ഈ രാവണ രാജ്യത്തിൽ ഒത്തിരി ദുഃഖങ്ങളായിരിക്കും വരും. അഭി ഇൻകാ വിനാശ് ഹോന, എന്ന് മാത്രമല്ല ഇനി ദുഃഖം അനുഭവിച്ചോളാം എന്ന് പറഞ്ഞാലും അതിന്റെയും വിനാശം സംഭവിക്കാൻ പോകാം. മെയും ആയാഹും തുംകോ പാവൻ വരും, ബാബ പറയാണ് ഇപ്പോൾ ഞാൻ വന്നിട്ട് നിങ്ങളെ പാവനമാക്കാൻ. തുമാര അന്തിം ജന്മ ഹെ ഇസ്ലിയെ യാദ് കരോ തോ തുമാരെ വികർമ്മ വിനാശ് ഹോങ്കെ, ബാബ പറയാണ് കുട്ടികളെ ഇത് അവസാന ജന്മം അല്ലെ, ഇനി അതിന് യാതൊരു വിധ ഇതില്ല, വിനാശം നടക്കാൻ പോകാണ്, ദുഃഖങ്ങൾ കൂടാൻ പോകാണ്, പോയേ മതിയാകൂ. ഇത്രയും താക്കീതുകൾ നൽകിയിട്ട് ബാബ പറയാണ് വികർമ്മങ്ങൾ നശിക്കണമെങ്കിൽ എന്നെ തന്നെ ഓർമ്മിക്കണം. ധർമ്മരാജയ്ക്ക് ഡണ്ടോം സേ ബി ചൂട്ട് ജായെങ്കിൽ, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ ബാബ പറയണു ധർമ്മരാജ ശിക്ഷകളിൽ നിന്നും മുക്തമാണ്. ധർമ്മരാജ ശിക്ഷ എന്ന് വെച്ചാൽ എന്താ? മനസ്സിൽ ഏതെങ്കിലും പഞ്ചതത്വങ്ങളുടെ നാമരൂപങ്ങൾ ഉണ്ടെങ്കിൽ അത് ശിക്ഷയ്ക്ക് വിധേയം.
കാരണം പഞ്ചതത്വങ്ങൾ എന്താണ്? അസത്താണ്. അസത്ത് മനസ്സിലുണ്ടെങ്കിൽ അതിന് ശിക്ഷ കിട്ടും. അതുകൊണ്ട് ബാബ പറഞ്ഞു സത്തായ എന്നെ തന്നെ നിരന്തരം. वह निराकार बाबा कहते मेरे लाडले बच्चे अभी क़ियामत का समय के सिर पर पापों का बोझा है. നിരാകാരനായ ബാബ പറയുകയാണ്, എന്റെ ഓമന കുട്ടികളെ, ഇപ്പോൾ ഇത് വിചാരണയുടെ സമയമാണ്. എല്ലാവരുടെയും ശിരസിലെ ധാരാളം പാപങ്ങൾ. ദ്വാപരം മുതൽ നമ്മൾ അസത്യത്തിലാണ് ജീവിച്ചത്, അസത്യ ബോധത്തിലാണ്. അതുകൊണ്ട് ശിരസിൽ ബാബ പറയാണ് കണ്ടമാനം പാപരിപ്പുണ്ട്. അതൊക്കെ ചോദിക്കാൻ പോകാം, വിചാരണ ചെയ്യാൻ പോകാം. അഭി പുണ്യ ആത്മാ ബനനാഹി, ഇപ്പോൾ പുണ്യാത്മാവായി മാറണം. योग से ही വികർമ്മ വിനാശി ഹോങ്കെ ആർ പുണ്യാത്മാ ബൻ ജായ്. എങ്ങനെ പുണ്യാത്മാവാകും? ബാബ പറഞ്ഞു യോഗത്തിലൂടെ മാത്രമേ പുണ്യാത്മാവാകൂ, വികർമ്മങ്ങൾ വിനാശിക്കും. ബാക്കി ജ്ഞാനം യോഗത്തിന് വേണ്ടിയിട്ടാണ്. സേവ ചെയ്യുന്നത് കർമ്മത്തിന് കണക്ക് തീർക്കാനും മനസ്സിനെ ശക്തിശാലിയാക്കാനാണ്. ധാരണ ചെയ്യുന്നതും ബാബയുമായിട്ട് ചേരാൻ വേണ്ടിയിട്ട് തന്നെ. ഗുണങ്ങളില്ലാണ്ട് അവിടെ എത്താൻ പറ്റത്തില്ല. ബാബ പറയാണ് യോഗത്തിലൂടെ മാത്രമേ പുണ്യാത്മാവാകൂ. ബാബ കഹത്തെ ത്രൈഷഡ് ജന്മത്വം രാവൺ രാജ്യമേം പാപ ആത്മാതെ. ബാബ പറയാണ് 63 ജന്മം ഈ രാവണ രാജ്യത്തിൽ നമ്മൾ പാപാത്മാക്കളായിരുന്നു. അഭി തുംകോ പാപാത്മാസെ പുണ്യാത്മാ ബന. ഇപ്പോഴാണ് ബാബ വന്നിട്ട് പാപാത്മാക്കളിൽ നിന്നും നമ്മളെ പുണ്യാത്മാക്കളാക്കുന്നത്. ദേവതായം പുണ്യ ആത്മാഹി, ദേവതകൾ പുണ്യാത്മാക്കളാണ്. ബാബ ആത്മായേഹി പുണ്യ ആത്മാവൊക്കെ പൂജൻ കർത്തേ. പാപാത്മാക്കളാണ് പുണ്യാത്മാക്കളുടെ പൂജ ചെയ്യുന്നത്. അഭി യഹേ അന്തിം ജന്മം മരണത്തോ സബ്കോ ഹേ തോ ക്യോ ന വർസതലേ. ബാബ പറയാണ് കുട്ടികളെ ഇത് അവസാന ജന്മം, എല്ലാവരും മരിക്കും. നമ്മുടെ മനസ്സ് എവിടെയാണ്? ഇഹലോകത്തിലാണ്. ആ ഇഹലോകത്തിലെ കെട്ടിടങ്ങളും മനുഷ്യരും മരിച്ചു പോകും. അതിനു മുമ്പായിട്ട് അതിൽ നിന്നും മനസ്സിനൊന്നും മാറ്റിക്കൂടെ? എന്തുകൊണ്ട് സമ്പത്തെടുത്തൂടാ? ക്യോന പുണ്യാത്മാബനെ, എന്തുകൊണ്ട് പുണ്യാത്മാവായി മാറിക്കൂടാ? സബ്സെ ബഡാ പാപകെ വികാരമേഞ്ചാൻ, ഏറ്റവും വലിയ പാപമാണ് കാമവികാരത്തിലേക്ക് പോകും. വികാരിക്കോ പതിത് നിർവികാരിക്കോ പാവൻ കഹാജാത. വികാരികളെയാണ് പതിർന്ന് പറയുന്നത്, നിർവികാരികളെയാണ് പാവനം എന്ന് വിളിക്കുന്നത്. സന്യാസി ബി പതിത് ദേ തബ് തോ പാവൻ ഹോനേക്കലി ഘർ ബാർ ജോഡ്തി. സന്യാസിമാരും പതിതരാണ്, അവരും പഞ്ചതത്വങ്ങളുടെ ബോധത്തിലാണ്. അതുകൊണ്ടാണ് അവർ പാവനമാകാൻ വേണ്ടി വീട് ഉപേക്ഷിച്ചു പോകുന്നത്. അവരുടെ മാർഗം അതാണ്, അത്രേ ഉള്ളൂ. പാവൻ ബനത്തേത്തോ സബ് ഉൻകോ മാതാ ചുകാത്തെ. അവര് തപസ് ചെയ്ത് പാവനമായി കഴിയുമ്പോൾ എല്ലാവരും അവരുടെ മുമ്പിൽ തലകുമ്പിടും. പഹലെ ജബ് പതിത് ദേത്തോ കൊയ് ചുക്തെ നഹീന്ദേ. അവരും പതിതമായിരുന്നപ്പോൾ ആരും തലകുമ്പിടില്ലായിരുന്നു. യഹംദോ മാധ ആദി ടേക്കനേക്ക് ബാത്ത്. ഇനി നമ്മൾ ആരുടെ കമ്പടുമ്പി തലകുമ്പിടുന്ന അന്വേഷിച്ചുകൊണ്ട കാര്യം ബാബ പറയാണ്. ഇവിടെ ഈ തലകുമ്പിടുന്ന കാര്യമൊന്നും. ബാബ ബച്ചും കോ ശ്രീമത്ത് ദേത്തെ ഹി അപ്നെ കോ ആത്മാ സമझो ഹം യഹം ആയെ പാട്ട് ബജാനെ ഫിർ ബാപ് കെ പാസ് ജാനാ ഹി. ബാബ കുട്ടികൾക്ക് ശ്രീമത്ത് നൽകുകയാണ്, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇവിടെ പാട്ട് അഭിനയിക്കാൻ വന്നവരാണ്, നമ്മൾ ഇവിടുത്തുകാരല്ല, ഇവിടെ നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഈ സമയം നമുക്ക് എല്ലാവർക്കും ബാബയുടെ അടുത്തേക്ക് തിരിച്ചു പോകും. എങ്ങനെ? ഒന്നുമില്ലാതെ തന്നെ പോകും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപവിത്രം, ഒന്നുമില്ലെങ്കിൽ അത് പവിത്രം. അഭി ജിസ്മാനി തീർത്ഥയാത്രയും സബന്ധുഹോനി. സ്ഥൂലമായ തീർത്ഥയാത്രകളൊക്കെ തീരാൻ പോകാം. തുംകോ വാപ്പിസ് ഘർ ശാന്തിധാം ജാന. ഇപ്പോൾ നമുക്ക് യഥാർത്ഥമായ തീർത്ഥസ്ഥാനം ശാന്തിധാമം പരംധാമത്തിലേക്ക് പോകാം. जब यात्रा पर जाते हैं तो यात्रा के समय पवित्र रहते हैं. തീർത്ഥയാത്ര പോകുമ്പോൾ യാത്രാ സമയത്ത് പവിത്രമായി കഴിയാറുണ്ട്. ഫിർ ഘർമേം ആക്കർ പതിത് ബനത്തെ. വീണ്ടും വീട്ടിൽ വന്ന് പതിതമാകും. വഹ് ഹുയി അല്പകാലക്കേലിയ ജിസ്മാനി യാത്ര. അതെല്ലാം അല്പകാല ഇഹലോക യാത്രകളാണ്. അഭി തുംകോ റുഹാനി യാത്ര സിദ്ധാന്തം. ഇപ്പോൾ ബാബ നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? ആത്മാവിന്റെ വീട്ടിലേക്കുള്ള ആത്മീയ യാത്രയാണ് പഠിപ്പിക്കുന്നത്. ബാബ कहते മേരി ശ്രീമത്ത് पर चलने से तुम आधा कल्प अपवित्र नहीं बनेंगे. ബാബ പറയാണ് എന്റെ ശ്രീമത്ത് അനുസരിച്ച് നടക്കുമെങ്കിൽ അരകൽപ്പത്തേക്ക് അപവിത്രമാകില്ല. സത്യമേ രാധേ കൃഷ്ണയ്ക്ക് സഗായി പോയി പതിത് ഹോനേക്കരിയെ തുടങ്ങി. സത്യത്തില് രാധയും കൃഷ്ണൻ തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കുന്നത് അവർ വിവാഹം കഴിഞ്ഞ് പതിതമാകാൻ വേണ്ടിയിട്ടല്ല. വഹം തോ പാവൻ, അവര് വിവാഹത്തിന് മുമ്പും പാവനമാണ്, വിവാഹം നടക്കുമ്പോഴും പാവനമാണ്, വിവാഹത്തിന് ശേഷവും പാവനം, സദാ പാവനം, വികാരമില്ല. യോഗബലസെ ബച്ചെ പൈദാ ഹോത്തെ ഹി. അപ്പോൾ അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതോ അത് യോഗബലത്തിലൂടെയാണ്. ജയ്സെ യോഗബലസെ തും വിശ്വക്കെ മാലിക് ബനത്തെ ഹോ. യോഗബലത്തിലൂടെയാണ് നമ്മൾ വിശ്വത്തിന്റെ അധികാരികളാകുന്നത്. വഹം ബച്ചെ കബി ശൈത്താനി നഹി കർത്തെ ക്യോങ്കി വഹം മായ ഹോത്തെ നഹി. അവിടെ കുട്ടികൾ ഈ ശൈത്താൻ പണിയൊന്നും ചെയ്യില്ല, അതായത് മൂശട്ട പണികളൊന്നും പിള്ളേർക്ക് ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ മായയേ ഇല്ല. മായ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? 5 വികാരങ്ങളേ ഇല്ലാത്ത അവസ്ഥയാണ്. ബച്ചെ അച്ഛേ കർമ്മഹി കരയും. അപ്പോൾ കുട്ടികൾ പോലും എന്താണ് അല്ലെ, കഷ്ടപ്പാടൊന്നും അവർക്ക് ഉണ്ടാക്കത്തില്ല. കരച്ചിലും രോഗങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ല. ബാബ പറയാണ് എല്ലാവരും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്.
വഹ കർമ്മ അകർമ്മ ഹോജായി. അവിടെ കർമ്മങ്ങളെല്ലാം എന്താണ്? അകർമ്മങ്ങളായി. അതായത് ആത്മബോധത്തിൽ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റും, പക്ഷെ അംശം മാത്രം ഞാനെന്ന ഭാവം ഉണ്ടാവില്ല, ഒരു ഒഴുക്ക് പോലെ പോയിക്കൊള്ളു. ഏഹം രാവൺ രാജ്യമേ തുമാര കർമ്മ വികർമ്മ ബൻജാത്താഹി. ഇവിടെ രാവണ രാജ്യത്തിലെ നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ വികർമ്മങ്ങളാണ്. ഏഹ് ഘൽ ബനാഹുവ. അങ്ങനെയാണ് ഈ കളി ഉണ്ടാക്കി വെച്ചത്. തും സബ് കുമാർ കുമാരിയാം ആപ്പസ്മേം ഭായി ബഹൻ ഹോ ശിവ് ബാബയ്ക്ക് പോത്രേ ഹോകെ. ബാബ പറയാണ്, നിങ്ങൾ കുമാരകുമാരിമാര് പരസ്പരം സഹോദരി സഹോദരന്മാരാണ്, ശിവബാബയുടെ പേരക്കുട്ടികളായി മാറി. വർഷ ദാദസ്യ മിൽത്താഹി സ്വർഗക്ക് ബാദശാഹി. നമുക്ക് ആ സമ്പത്ത് ലഭിക്കുന്നത് മുത്തച്ഛനിൽ നിന്ന്. സ്വർഗത്തിന്റെ സാമ്രാജ്യം അച്ഛന്റെ അല്ല, മുത്തച്ഛന്റെ അടുത്ത് നമുക്ക് കിട്ടും. അപ്പൊ ബാബ ആക്കർ മെയിൽ ഫീമെയിൽ ദോനം കാ യോഗ അപ്നെ സാത്ത് ലഗാത്തെ. അപ്പോൾ ബാബ വന്നിട്ട് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ അതെല്ലാം ദേഹബോധത്തിലാണ്. ബാബ പറയണ രണ്ടുപേരുടെയും യോഗം എന്റെ അടുത്തേക്ക് വെക്കണം. കഹത്തേക്ക് ഗൃഹസ്ഥ വ്യവഹാരമേ ഗ്രഹക്കർ പവിത്രം. അതുകൊണ്ട് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ സ്ത്രീയാണ് പുരുഷനാണ് ആ വിചാരത്തിനപ്പുറം ആത്മാവാണെന്ന വിചാരത്തിൽ, വീട്ടിലേക്ക് പോകേണ്ട സമയമായെന്ന വിചാരത്തിൽ ബാബ പറയണം, പരമാത്മാവായ എന്നെ തന്നെ ഓർമ്മ. ഏഹ് ബഹാദുരി. ബാബ പറഞ്ഞതിന് നല്ല തന്റെ ഇടം, ഈ തന്റെ ഇടമാണ് കാണിക്കുന്നത്. ഇക്കട്ടെ രഹത്തെ കാം അഗ്നി ന ലഗെ ഐസെ രഹക്കർ ദിഖാവോ ബഹുത്ത് ഉഞ്ചുബായി. ഭാര്യയും ഭർത്താവുമായി ജീവിച്ചിട്ട് കാമത്തിന്റെ അഗ്നി പിടിക്കാതിരിക്കുക, അവർ അങ്ങനെ ജീവിച്ച് കാണിക്കുക, വളരെ ഉയർന്ന പദവി കിട്ടും. ഭീഷ്മ പിതാമഹ ജൈസെ ബ്രഹ്മചാരി മെഹനതഹി. ഭീഷ്മ പിതാമഹനെ പോലെ ബ്രഹ്മചാരിയായി മാറും. അവരുടെ വലിയ പരിശ്രമമാണ്. ലോക സമുച്ചത്തെ യഹ് ബഹുത്ത് മുഷ്കിൽ ഹെ പരന്തു യഹ് യുക്തിത്വ ബാബി സിഗലാണ്. ലോകരിത് കേൾക്കുമ്പോൾ പറയുന്നത് നടക്കാത്ത കാര്യമാണ്, അല്ലെ? ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്, നടക്കാത്ത കാര്യമാണ്, വളരെ ബുദ്ധിമുട്ട്. പക്ഷെ ബാബ പറയാണ്, യുക്തി ബാബ പറഞ്ഞു തരും. ഈ സമയത്ത് മാത്രമാണ് കുടുംബജീവിതത്തിൽ പവിത്രമായി ജീവിക്കാനുള്ള യുക്തി കിട്ടും. ആ യുക്തി ബാബ നൽകുന്നത് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. പക്ഷെ പരിശ്രമമാണ്. ശിവ ഭഗവാൻ ഉപാച കൃഷ്ണ കൊയ്യ ഭഗവാൻ ഹി. ഇവിടെ പഠിപ്പിക്കുന്നത് ശിവ ഭഗവാനാണ്, കൃഷ്ണൻ ഭഗവാൻ എന്നല്ല. ഓത്തോ ദൈവിക ഗുണവാല മനുഷ്യ. ശ്രീകൃഷ്ണൻ ദൈവിക ഗുണമുള്ള മനുഷ്യൻ. ബ്രഹ്മ വിഷ്ണു ശങ്കർ ബി സൂക്ഷ്മോദനവാസി. ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാരും സൂക്ഷ്മോദനവാസികളാണ്. ബ്രഹ്മ ക പദ് വിഷ്ണു സെ ഊഞ്ചാഹി. ബ്രഹ്മാവിന്റെ പദവി വിഷ്ണുവിനേക്കാൾ ഉയർന്നതാണ്. ജൈസെ ബ്രാഹ്മണം കാ പദ് ദേവതാവം സെ ബി ഊഞ്ചാഹി ക്യോങ്കി ഈ സമയം തും റുഹാനി സോഷ്യൽ വർക്ക്. ബ്രാഹ്മണരുടെ പദവി ദേവതകളെക്കാൾ ഉയർന്നു. ദേവതകളെ ബാബ വിളിക്കുന്നത് എന്താ? റോയൽ ബുദ്ധി. വെറുതെ ഇരുന്ന് ചാപ്പാടടിക്കും, 36 രൂപ ആഹാരം കിട്ടി, ഡാൻസും കളിച്ച് പാട്ടും പാടി നല്ല സുഖമായിട്ട് ജീവിക്കും. വേറെ ഈ ലോകത്തിന്റെ കഷ്ടകാലത്ത് ആത്മീയ സാമൂഹിക സേവനം ചെയ്യുന്ന ബ്രാഹ്മണരാണ് വലിയവർ. മനുഷ്യക്ക് രൂഹിക്കോ പവിത്രത യോഗക്ക ഇഞ്ചക്ഷൻ ലഗാത്ത. ഇവിടെ മനുഷ്യർക്ക് ഒട്ടും താല്പര്യമില്ല ഈ ജ്ഞാനത്തെ ആർക്കും താല്പര്യം. ബാബ പറയാണ്, അവർക്ക് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കും. യോഗത്തിന്റെയും ജ്ഞാനത്തിന്റെയൊക്കെ ഇഞ്ചക്ഷൻ, പവിത്രത്തിന്റെയൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കും. തും ഹി ഇസ് ഭാരത് കോ സ്വർഗ് ബനാത്തെ ഹോ ഇസ്ലിയെ ബനാനെ വാലോം കി മഹിമ ജാസ്തി. നമ്മളാണ് ഈ ഭാരതത്തെ സ്വർഗമാക്കുന്നത്. അതുകൊണ്ട് ബാബ പറഞ്ഞു, സ്വർഗത്തിനല്ല മഹിമ, സ്വർഗത്തെ ആക്കിയവർക്കാണ്. അല്ലെ, ബാബയ്ക്കും ബ്രാഹ്മണർക്കുമാണ് മഹിമ. അപ്പൊ ബാബ പറഞ്ഞു, ഈ സമയത്താണ് നമ്മൾ ലോകത്ത് മാറുന്നത്. बल तुम ही देवता बनते हो परंतु इस समय तुम ब्राह्मण बन सेवा करते हो. ദേവത രൂപമേയും സേവ നഹീം കരെ. നമ്മൾ തന്നെയാണ് ബ്രാഹ്മണരാകുന്നത്. പക്ഷെ ബാബ പറയാണ്, ഈ ആത്മാവ് ഈ സമയത്ത് ചെയ്ത കർമ്മം, ബ്രാഹ്മണ സേവനത്തിന്റെ കർമ്മഫലമാണ് യഥാർത്ഥത്തിൽ ദേവതാ രൂപമായി മാറുന്നത്. അതുകൊണ്ട് ബാബ പറഞ്ഞു, മുഖം ദേവതകളുടെയാണ് അവിടെ. അല്ലെ, അതേ ആത്മാവ് സംഗമത്തിൽ ചെയ്ത സേവനത്തിനാണ് മഹിമ. വഹം തത്വം രാജ്യക്കരെങ്കിൽ അവിടെ ബാബ പറഞ്ഞു, നിങ്ങൾ രാജ്യം ഭരിക്കും. तुम्हारी सेवा ही നരകവാസി ഭാരത് കോ സ്വർഗവാസി ബനാന ഇസ്ലിയെ വന്ദേ മാതരം കാത്തേഹി. നമ്മുടെ സേവനം എന്താണ്? നരകവാസിയായ ഭാരതത്തെ സ്വർഗവാസിയാക്കുക. അതുകൊണ്ടാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. ശിവശക്തി സ്നേഹം, അല്ലെ? ശിവനിൽ നിന്നും മായയെ ജയിക്കാനുള്ള ശക്തി എടുത്ത് അനേകരെ ജയിക്കുന്ന അമ്മമാരെയാണ് ഈ വന്ദേ മാതരം എന്ന് പറയുന്നത്. മമ്മാക്കി ഷെർഫർസ വാരി ദിഖാത്തേക്ക് പരന്തു ഐസ്യഹരി. ബാബ പറയാണ്, ഈ മമ്മയുടെയൊക്കെ വാഹനമായിട്ട് കാണിക്കുന്നത് ഈ സിംഹത്തേക്ക്. ബാബ പറഞ്ഞു, അങ്ങനെ സിംഹത്തിന് പുറത്തൊന്നും ആരും ഇരിപ്പില്ല. തും ശേരണയാമ്പോ ക്യോങ്കി തും 5 വികാരവും പറഞ്ഞിരിക്കും. എന്നാൽ നമ്മൾ സിംഹശക്തിയുള്ളവരാണ്. എന്തിന് സിംഹശക്തി? വികാരങ്ങളുടെ ലോകത്ത് 5 വികാരങ്ങൾ ജയിക്കാനുള്ള സിംഹശക്തി, ആത്മശക്തി ഉള്ളത് കൊണ്ട്. അതാണ് നരസിംഹാവതാരം. നരന് സിംഹശക്തി കൊടുക്കും, മായ ജയിക്കും. ഭാരതക്കോ സ്വർഗ ബനാത്തേക്കോ, ഭാരതത്തെ സ്വർഗമാക്കാണ്. ഏഹ് ഊഞ്ച് സേവാ ഹുയേന, ഇത് ഉയർന്ന സേവനമല്ലേ? ഇസ്ലിയെ ശക്തിയൊക്കെ മന്ദുക്കും. അതുകൊണ്ടാണ് ദേവിമാർക്ക് ധാരാളം ക്ഷേത്രങ്ങൾ. മുഖ്യ ഏക പ്രധാനം ഒന്നേ ഉള്ളൂ, ശക്തി ദേനേവാല ഹേ ശിവബാബ. എന്നാൽ ഈ ദേവിമാർക്ക് ശക്തി കൊടുത്തതാരാണ്? അത് ശിവബാബ.
മഹിമ സാരി ഉൽക്കി. അതുകൊണ്ട് ബാബ പറഞ്ഞു മഹിമ മുഴുവൻ ശിവന്. ജോ മദത്കാർക്ക് ഉനക്കാബിനാങ്ങി. പിന്നെ ബാബയെ സഹായിക്കാൻ കുറെ പേര് വേണമല്ലോ, അവർക്കും ബാബ പറയുന്ന പേര്. മെയിൽസ് പാണ്ഡവം കൂബി മഹാരഥി കഹാജാത്ത. പുരുഷന്മാരെ പാണ്ഡവർ എന്ന് വിളിക്കും, മഹാരഥികളാണ്. മെയിൽ ഫീമെയിൽ ദോനം ചായ്. ബാബ പറയാണ് സ്ത്രീകളും വേണം പുരുഷന്മാരും വേണം ഈ ജ്ഞാനമാർഗത്തിൽ. പ്രവൃത്തി മാർഗേന, കാരണം ഇത് പ്രവൃത്തി മാർഗമാണ്. കബി ബി കൊയ് വികാരി ഗുരു നഹി കർണ ചാഹി. ഒരിക്കലും നമ്മൾ ഇനി വികാരികളായ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് സദ്ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞു. ഗൃഹസ്ഥിക്കോ ഗുരു കർണാത്തോ കൊയ് ഫായ്ദ ഹി നഹി. ബാബ പറഞ്ഞു ഈ ഗൃഹസ്ഥികൾ എന്തിനാ സന്യാസി ഗുരുക്കന്മാരെ വെക്കുന്നത്? സന്യാസി വീട് വിട്ടു പോയാൽ പിന്നെ വീട്ടിലിരിക്കുന്നവർ എന്തിനാ ഈ സന്യാസി ഗുരുക്കന്മാരെ വെക്കുന്നത്? ഒരു പ്രയോജനമില്ല. ഗൃഹസ്ഥി അഥവാ പതിത് മില പതിതുക്കോ ബഹു കബീബി പാവൻ ബനാൻ സകെ. ബാബ പറയാണ് ഗൃഹസ്ഥര് അല്ലെങ്കിൽ പതിതരെ കിട്ടിയാൽ എങ്ങനെ പാവനമാകും? സന്യാസി ഉनके फॉलोवर्स अपने को कहलाते हैं परंतु खुद സന്യാസി नहीं बने तो यह भी छूट हो. ഞങ്ങൾ ഇന്ന സന്യാസികളുടെ ഫോളോവർ ആണെന്നൊക്കെ പറയാറുണ്ട് ഗൃഹസ്ഥൻ. ബാബ പറഞ്ഞു എന്നിട്ട് എങ്ങനെയാ ഫോളോ ചെയ്യുന്നത്? അവര് സന്യാസമാണ്, ആശ്രമത്തിൽ ഇരിക്കുന്നു, നിങ്ങൾ വീട്ടിലിരിക്കും, ഇവരെങ്ങനെ ഫോളോവർ ആവും? അപ്പൊ അത് തന്നെ അസത്യമല്ലേ. ആദ്യകാലത്തോ ഡഗി ബഹുത് ഹെ. ഇക്കാലത്ത് ചതി കണ്ടമാനമാണ്. ഗൃഹസ്ഥി ഗുരു ബനക്കർ ബാഡ് ജാത്തെ പവിത്രതാക്കി ബാത്ത് ഉടാത്തെ നഹി. ഈ ഗൃഹസ്ഥികൾ തന്നെ ഇവിടെ എന്താണ് ഗുരുക്കന്മാരായിട്ട് ഇരിക്കുക. പവിത്രതയുടെ കാര്യം ഒരു മിണ്ടേ. യഹം തോ ബാബ കത്തെ പവിത്ര ബനോ തോ ബച്ച കഹര. പക്ഷെ ഇവിടെ ബാബ പറയണത് നിങ്ങൾ പവിത്രമായാലേ ഞാൻ പുത്ര അല്ലെങ്കിൽ മക്കളെ എന്ന് വിളിക്കും. പാവൻ ബനനെ ബിഗർത്തോ രാജായി മിൽ നഹി സക്. പവിത്രമാകാതെ ബാബ പറയാണ് രാജ്യം കിട്ടത്തില്ല. തോ ബാബസെ യോഗ ജരൂർ ലഗാന. അപ്പൊ ബാബ പറയാണ് പവിത്രമാകണമെങ്കിൽ തീർച്ചയായിട്ടും ബാബയുമായിട്ട് യോഗ വയ്ക്കണം. जो जिसको मानने वाले समझो कोई गुरु नानक को मानने वाला होगा तो उस घराने में जाएंगे. ബാബ പറഞ്ഞു പലരും പലരെ അംഗീകരിക്കുന്നവരാണ്. ചിലർക്ക് ഗുരുനാനാക്കനോടാണ്, ഗൗരവമായിക്കോട്ടെ, അവര് ആ സന്യാസിക ധർമ്മത്തിലേക്ക് പോകും. സ്വർഗമേ വഹ് ആയെങ്കിൽ ജോ ഈ സമയം ശിക്ഷ ലേക്കർ പവിത്ര. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ബാബ പറയാണ് ഈ സമയത്ത് സദ്ഗുരുവായ ബാബയിൽ നിന്നും ശിക്ഷണം എടുത്ത് ബ്രഹ്മാമുഖത്തിൽ ഒരു ബ്രാഹ്മണരായാല് സ്വർഗത്തിലേക്ക് പോകുന്നു. അവര് സിഖുകാരും ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഏത് ജാതിക്കാരുമായിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ബാബ പറയാണ് ജ്ഞാനമെടുത്ത് ബ്രാഹ്മണനാകും. ഗുരുനാനാക്കോ കൊയ് ദേവതാ നഹി കഹേ. ഗുരുനാനാക്കിനാരും ദേവത എന്ന് വിളിക്കില്ല. ദേവത ഹോത്തേഹെ സത്യവും. ദേവതകൾ ബാബ പറയണം സത്യവത്തും. വഹം സുഖ ബഹുദഹി और धर्म वालों को स्वर्ग के सुख का मालिन. സ്വർഗത്തിൽ ബാബ പറയണ സുഖം കണ്ടമാനം. വേറെ ഏത് ധർമ്മത്തിൽപ്പെട്ടവർക്കും സ്വർഗത്തിന്റെ സുഖമുണ്ടാകും. സ്വർഗത്തിന്റെ സുഖം എന്ന് പറഞ്ഞാൽ തന്നെ ആത്മസുഖമാണ്, അക്ഷയ സുഖമാണ്. പ്രകൃതി ഉണ്ട് അവിടെ, പക്ഷെ അവരനുഭവിക്കുന്നത് ആത്മസുഖം പ്ലസ് പ്രകൃതിയുടെ സദോപ്രധാന സുഖം. അത് ബാബ പറഞ്ഞ വേറെ ഒരു ധർമ്മത്തിൽപ്പെട്ടവർക്ക് കിട്ടത്തില്ല, അറിയാൻ പോലും പറ്റില്ല. സ്വർഗമേ ഹോത്തേഹിക്ക് ഭാരതവാസി. സ്വർഗത്തിലെ ഭാരതവാസികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിത്തോ ബാധ്യമേ മാത്തേ. ബാക്കി എല്ലാവരും പിന്നീട് വരുന്നവരും. ജോ ജോ ദേവത ബനത്തെ ഹോങ്കെ വഹി ബനെങ്കെ. ആരെല്ലാം ദേവതകൾ ആയിരുന്നു ബാബ പറഞ്ഞു അവര് ദേവതകളാകും. ഈ സമയം പൂജത്തെ ഹി ദേവതാവോं को लक्ष्मी नारायण को और अपना धर्म हिंदू कह देते हैं क्योंकि पतित बन गए तो अपवित्र अपने पवित्र धर्म को भूल हिंदू काല. ഈ സമയത്ത് ബാബ പറയാണ് നമ്മൾ ദേവതകളെ പൂജിക്കുന്നവരായി മാറും, ലക്ഷ്മി നാരായണൊക്കെ പൂജിക്കാം, എന്നിട്ട് സ്വയം ഹിന്ദു എന്ന് പറയുക. എന്തുകൊണ്ടെന്നാൽ പതിതമായി മാറും, പവിത്ര ധർമ്മത്തെ മറന്നു, പവിത്രമായ ധർമ്മത്തെ മറന്ന് പവിത്രത നഷ്ടപ്പെടാണ് നമ്മൾ ആരായി മാറിയത്? ഹിന്ദുക്കളായി മാറി അല്ലെ? സിന്ധു നദീതടക്കര ഉപയോഗിക്കുന്നവര് ഹിന്ദുക്കളായി. നമ്മൾ യഥാർത്ഥത്തിൽ ദേവതകൾ. അരെ തും ദേവി ദേവതാ ധർമ്മക്കെ ഹോ അപ്പനെ കോ ഹിന്ദു ധർമ്മ കഹലാത്തെ ഹോ. ബാബയ്ക്കാണ് നിങ്ങൾ ദേവി ദേവതാ ധർമ്മത്തിൽപ്പെട്ടവരല്ലേ, പിന്നെ എന്തിനെ സ്വയം ഹിന്ദു എന്ന് പറയുന്നത്? ഹിന്ദു കൊയ് ധർമ്മ നഹി പരന്തു ഗുരുപ്പൻ. ഹിന്ദു എന്ന് പറഞ്ഞൊരു ധർമ്മം ഇല്ല. ബാബ പറയണ ദേവതകൾ വാമഭാഗത്തേക്ക് തിരിഞ്ഞതാണ് ഹിന്ദു. ഹിന്ദു ധർമ്മം ആര് സ്ഥാപിച്ചു? ഹിന്ദു ധർമ്മത്തിന്റെ ഗ്രന്ഥം ഏതാ? ആർക്കും അറിയില്ല. പക്ഷെ ദേവതാ ധർമ്മം ആര് സ്ഥാപിച്ചു? അതിന്റെ ഗ്രന്ഥം ഏതാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ബാബ പറയണ ഹിന്ദു എന്ന് പറഞ്ഞൊരു ധർമ്മമില്ല. ദേവതായും തോ ബഹുത് ഥോടെ ഹോത്തെ ഹി ജോ ആക്കർ യഹം ശിക്ഷാലയത്തെ. പിന്നെ ഇത്രയും കാര്യം പറഞ്ഞിട്ട് എന്താ കുറച്ചുപേരെ വരുന്നുള്ളൂ ഇതിനകത്ത്? ബാബ പറഞ്ഞു ദേവതകൾ വളരെ കുറച്ചുപേരും. ആ ദേവതകൾ മാത്രമേ സംഗമത്തിൽ ബ്രാഹ്മണരാകാൻ പഠിക്കുള്ളൂ. വഹി മനുഷ്യസെ ദേവതാ ബലത്തെ. അവരാണ് മനുഷ്യരിൽ നിന്നും ദേവതകളാകുന്നത്. ധോടി ശിക്ഷ ലംഘിത്തോ സാധാരണ പ്രജാമ്യമായി. ചെറിയ ദേവതയായിരുന്നെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അപ്പൊ ബാബ പറഞ്ഞു അവരൊരു ചെറിയ ദേവതയായിട്ട് മാറും. എല്ലാം എടുക്കുന്നതിന്റെ ആധാരം എന്താണ്? എത്രത്തോളം ദേവതയായിരുന്നു അതനുസരിച്ച് സംഗമത്തിൽ പഠിക്കുള്ളൂ, സേവ ചെയ്യുള്ളൂ, എല്ലാം പഠിച്ചു. ബാബക്ക ബനനേസെ വിജയമാലമായി ആയി. ബാബയുടെ കുട്ടിയായി മാറുമ്പോൾ വിജയമാലയിലേക്ക് വരും. അപ്പൊ റുഹാനി ആഷിഖ് മാഷിഖ് ബനനാഹി.
ഇപ്പോൾ നമ്മൾ ആത്മീയ പ്രീതമകളായിട്ട് മാറണം. സത്യവുമേ ജിസ്മാനി ബനേങ്കി കലിയുമേ ബി ജിസ്മാനി. സത്യത്തിൽ ബാബ പറയണു രാധയും കൃഷ്ണനും ശരീരധാരികൾ തന്നെയാണ് അല്ലെ, അവർക്ക് ആ ശരീരത്തിന് അവർ കാണുകയും ചെയ്യും. കലിയുഗത്തിലും ബാബ പറയാണ് ശരീരബോധത്തിൽ. अब संगम युग पर रूहानी आशिक बनना एक मार्ग. എന്നാൽ സംഗമത്തിൽ നമ്മൾ ഒരു പ്രിയതമന്റെ ആത്മീയ പ്രിയതമകളായിട്ട് മാറും. ബാബ कहते हैं मुझे याद करते रहो. ബാബ പറയാണ് എന്നെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. വികാരമേ ജാനേസെ സൗഗുണ ദണ്ഡ് പഠിച്ചായ. വികാരത്തിലേക്ക് പോകുകയാണെങ്കിൽ 100 മടങ്ങ് ശിക്ഷ കിട്ടും. ഗിർ ജാത്തെ ഹെ ജോ ലിഖനാ ചാഹിയെ ബാബ ഹംനെ കാലാ ബഹുത് കർ ദിയാ. വീണ് പോകുകയാണെങ്കിൽ ബാബയ്ക്ക് എഴുതണം, ബാബ ഞങ്ങൾ തെറ്റ് ചെയ്തു. ബാബ കാത്തെ ബച്ചി അബ് തുമക്കോ ഗോരാ ബനനാഹി. ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾക്ക് ഇപ്പോൾ സുന്ദരന്മാരാകണം. കൃഷ്ണക്കോ ശ്യാം സുന്ദർ കാത്തേഹി. ഉൻകി ആത്മാ ഇസ് സമയ കാളി ഹോഗി. കൃഷ്ണനെ ശ്യാമസുന്ദര എന്ന് വിളിക്കാറുണ്ട്. ഈ സമയത്ത് കൃഷ്ണന്റെ ആത്മാവും കറുത്തു. ഇല്ല, കാളിയൻ കൊത്തി. ദേവി കാളിയായി, കൃഷ്ണൻ കാളിയൻ കൊത്തി. ബാബ പറഞ്ഞൊക്കെ കറുത്തു. ഞാൻ ചിതാപ്പർ ബൈഡ് ഗോരി പഞ്ചായി. ഇനി ജ്ഞാന ചിതയിലിരുന്ന് നമ്മൾ സുന്ദരന്മാരാകണം. 21 ജന്മം കേലിയെ സുന്ദർ ബൻ ജായേഗി ഒരു ശ്യാമൻ. 21 ജന്മത്തേക്ക് സുന്ദരന്മാരായി. പിന്നീട് വീണ്ടും മായ വന്ന് കാളിയൻ വന്ന് നമ്മളെ അപ്പൊ നമ്മൾ കറക്കും അല്ലെ. ഗൗരി കാളിയ, ഗൗരി കാളിയന്റെ ഏത് ശ്യാം അവർ സുന്ദർക്ക ഘേൽ ബനാകുക. ഇതും ഒരു കളി. ഇങ്ങനെയാണ് കളി ഉണ്ടാക്കി. എല്ലാം കളിയും എന്താന്ന് പറഞ്ഞാൽ അത് കളി തന്നെ. അത് ആരെങ്കിലും ഉണ്ടാക്കിയതോ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് ശ്യാം സെ സുന്ദർ ബനനേമേ ഏക സെക്കൻഡ്. സുന്ദർ സെ ശ്യാം ബനനേമേ ആധാ കൽപ്പിലക. ഈ ശ്യാമന് സുന്ദരനാകാൻ 1 സെക്കൻഡ് വേണം. സുന്ദരൻ ശ്യാമനാകാൻ അരക്കൽപ്പം പിടിക്കും. ആധാ കൽപ്പ് ശ്യാം തോ ആധാ കൽപ്പ് സുന്ദർ. അരകൽപ്പം ബാബ കറുത്തിരിക്കും, അരകൽപ്പം നമ്മൾ വെളുത്തിരിക്കും. ഏക മുസാഫിർ ഹെ ശിവബാബ ബാക്കി സബ് സജനിയാം ഹോഗേ കാൾ. ഒരു യാത്രക്കാരൻ വെളുത്തവനാണ് ശിവൻ, ബാക്കി എല്ലാം ബാബ പറഞ്ഞു കറുത്ത കാളികളാണ്. നമ്മളെല്ലാം കാളികളാണ്. കാളിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആരും വരുന്നത്, കാളീശ്വരൻ. ഹസീൻ ബനാനെ കെലിയെ തുമക്കോ യോഗ സിഖലാത്തെ. നമ്മളെ സുന്ദരന്മാരാക്കുന്നതിന് വേണ്ടിയാണ് ബാബ യോഗ പഠിപ്പിക്കുന്നത്. സത്യമേം ഫസ്റ്റ് ക്ലാസ് നാച്ചുറൽ ബ്യൂട്ടി രഹത്തി ക്യോങ്കി 5 തത്വ സദോപ്രധാൻ ഹോനേസെ ശരീരത്തെ സുന്ദർ ബനത്തെ. സത്യത്തിലാണെങ്കിൽ അതിമനോഹരമായ ശരീരങ്ങളായിരിക്കും. കാര്യം എന്താണ്? പ്രകൃതി സദോപ്രധാനം, പിന്നെ ആത്മാവിന്റെ സംസ്കാരവും സദോപ്രധാനം. ഇവിടെ ആത്മാവിൽ ഒരാളുടെ കൈകാലും വെട്ടിയ സംസ്കാരം ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ മുടന്തനെ കേട്ടിരുന്നത് അല്ലെ. അപ്പൊ ആ സംസ്കാരം അനുസരിച്ചായിരിക്കും ശരീരം. അപ്പൊ ബാബ പറയണു അവിടെ എല്ലാവരുടെയും ആത്മാവ് സുന്ദരമാണ്, അതുകൊണ്ട് പ്രകൃതിയും സുന്ദരം. അപ്പൊ അതീവ സുന്ദരമായ ശരീരങ്ങളാണ്. യഹംതോ ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി. ഇവിടെയാണെങ്കിൽ ബാബ പറഞ്ഞു കൃത്രിമ സൗന്ദര്യങ്ങളാണ്. പവിത്രത തോ ബഹുത് അച്ചി. പവിത്രത വളരെ നല്ലതാണ്. ബാബാക്കെ പാസ് ബഹുത് ആത്തെ ഹി. പവിത്രത കി പ്രതിജ്ഞ കർത്തേ ഹി പരന്തു കൊയ് ഫെയിൽ ഹോ ജാത്തെ കൊയ് പാസ് ഹോ ജാത്തെ. ധാരാളം കുട്ടികൾ ബാബയുടെ അടുത്ത് വരുന്നുണ്ട്, പവിത്രതയുടെ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ചിലർ തോറ്റുപോകുന്നു, ചിലർ പാസ്സാവുന്നു. യഹ് ഹെ ഈശ്വരീയ മേശ. ഇതാണ് ഈശ്വരീയ മേശ. ദുബൈ ഹുയെ ഭാരതക്കോ സാൽവസ്ത. മുങ്ങിപ്പോയ ഭാരതത്തെ ഉയർത്തരുത്. അതാണ് ഈ പ്രസ്ഥാനം. ഭാരത് കാ ബേഡ രാവണനെ ഡുബായ രാം ആകർ പാർ കർത്തേ. ഈ രാവണന്റെ തോണി മുക്കിയതാരാണ്? ഭാരതത്തിന്റെ തോണി മുക്കിയതാരാണ്? രാവണനാണ്. രാമൻ വന്നിട്ട് ഉയർത്തിയെടുക്കാണ്. തുമാരി ബുദ്ധി മേ ഹേ കി ഹം സ്വർഗമേ ജാക്കർ ഹീരെ ജവഹാരം കെ മഹൽ ബനായെങ്കിൽ. നമ്മുടെ ബുദ്ധിയുണ്ട്, നമ്മൾ സ്വർഗത്തിൽ പോയി വൈരങ്ങളുടെ കൊട്ടാരങ്ങൾ പണിയും. യഹ് ശരീർ ചോട് പ്രിൻസിപ്പൽസ്. ഈ പഴയ ദേഹം ഉപേക്ഷിച്ച് നമ്മൾ രാജകുമാരനും കുമാരിയുമായി മാറും. ജോ ബച്ചെ ഹോങ്കെ ഉനംകെ ഹി ഐസെ ഖ്യാലാത്ത് ചലയും. ബാബയുടെ കുട്ടികളായവർക്ക് അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരികയുള്ളൂ. യഹ് ഹെ ഈശ്വരീയ ദർബാർ അഥവാ ഈശ്വരീയ ഫാമിലി. ഇത് ഈശ്വരന്റെ രാജസദസ്സാണ്, ഇത് ഈശ്വരന്റെ കുടുംബമാണ്. ഗാദേഹ്യത്തും മാതാപിത ഹം ബാലക്ക് തരെ തോ ഫാമിലി ഹോഗൈന. ബാബ പറഞ്ഞു നീ മാതാപിതാവാണ്, ഞങ്ങൾ നിന്റെ കുട്ടികളാണ് പാടിയിരുന്നില്ലേ. അവിടുത്തെ ഒരു കുടുംബമാണ്. ഈശ്വര ഹേ ദാദ ബ്രഹ്മ ഹേ ബാബ തും ഹോ ഭായി ബഹൻ. ഈശ്വരൻ മുത്തച്ഛൻ, ബ്രഹ്മാവ് അച്ഛൻ, നമ്മൾ സഹോദരി സഹോദരന്മാർ. സ്വർഗ കാ വർഷ തും ദാദേ ലേത്തെ ഹോ और तुम गंवाते हो और बाबा देने आते. സ്വർഗത്തിന്റെ സമ്പത്ത് മുത്തച്ഛനാണ് നമുക്ക് നൽകുന്നത്, പിന്നെ നമ്മളത് നഷ്ടപ്പെടും. വീണ്ടും ബാബ വന്നിരിക്കുക. തും പ്രാക്ടിക്കൽ മേം ബാപ്കെ ബനെ ഹോ വർഷാലേനെ. നമ്മൾ ബാബയുടെ കുട്ടി ആയത് ഈ സമ്പത്ത് എടുക്കാൻ വേണ്ടിയാണ്. ബ്രഹ്മക്കെ ബച്ചെ ശിവക്കെ പോത്രെ പ്രാക്ടിക്കൽ മേം. ബാബ പറഞ്ഞു നമ്മൾ ബ്രഹ്മാവിന്റെ കുട്ടികളാണ്, നമ്മൾ ശിവന്റെ പേരക്കുട്ടികളാണ്. ഇത് ബാബയുടെ ഒരു സാങ്കല്പിക ലോകമല്ല, ഇത് പ്രാക്ടിക്കലിൽ നമ്മൾ അങ്ങനെയാണ്. तो इनको ईश्वरीय दरबार भी कहते हैं, ഈശ്വരീയ കുടുംബം भी कह सकते हैं. അതുകൊണ്ട് ഇതിനെ ഈശ്വരീയ രാജസദസ്സും പറയാം, ഈശ്വരീയ കുടുംബം എന്നും പറയാം. അച്ഛൻ ടീച്ചർ
വീട്, വിദ്യാലയം, ആശ്രമം. 3 ബന്ധങ്ങളുണ്ട്. കറക്റ്റ്. अच्छा मीठे मीठे सिक्किल दे बच्चों प्रति माता पिता बाप दादा का याद प्यारा गुड मॉर्निंग. रूहानी बाप की, रूहानी बच्चों को नमस्ते. रूहानी बच्चों की, रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ: ജ്ഞാനചിതയിലിരുന്ന് സമ്പൂർണ്ണ പവിത്രമാകും. ജ്ഞാനചിതയിലിരുന്ന് സമ്പൂർണ്ണ പാപം. പവിത്രതയാണ് നമ്പർ 1 സൗന്ദര്യം. പവിത്രതയാണ് നമ്പർ 1 സൗന്ദര്യം. ഈ സൗന്ദര്യം ധാരണ ചെയ്ത് ബാബയുടെ കുട്ടി എന്ന് പറയാൻ അവകാശമില്ല. ഈ സൗന്ദര്യം ധാരണ ചെയ്ത് ഈശ്വരന്റെ കുട്ടി എന്ന് വിളിക്കാൻ അവകാശമില്ലെങ്കിൽ യോഗ്യനാകും. ഈ വിനാശ സമയത്ത് ശിരസിൽ എന്തെല്ലാം പാപങ്ങളുടെ ഭാരമുണ്ട്, ശിരസിൽ എന്തെല്ലാം പാപങ്ങളുടെ ഭാരമുണ്ട്, അതെല്ലാം ഒരു ബാബയുടെ ഓർമ്മയിൽ ഇല്ലാതെയാകും. അതെല്ലാം ഒരു ബാബയുടെ ഓർമ്മയിൽ ഇല്ലാതെയാകും. പുണ്യാത്മാവാകുന്നതിന് വേണ്ടി ശ്രേഷ്ഠ കർമ്മം ചെയ്യും. പുണ്യാത്മാവാകുന്നതിന് വേണ്ടി ശ്രേഷ്ഠ കർമ്മം ചെയ്യും. वरदानम कंबाइंड स्वरूप की स्मृति द्वारा कंबाइंड सेवा करने वाले सफलता मूर्ति. कंबाइंड സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ കമ്പൈൻഡ് സേവനം ചെയ്യുന്ന സഫലതാമൂർത്തരായി ഭവിക്കും. കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ കമ്പൈൻഡ് സേവനം ചെയ്യുന്ന സഫലതാമൂർത്തികളായി ഭവിക്കും. വിശദീകരണം: ശരീരവും ആത്മാവും കമ്പൈൻഡ് ആണ്. ശരീരവും ആത്മാവും കമ്പൈൻഡ്. ഭാവിയിൽ വിഷ്ണു സ്വരൂപം കമ്പൈൻഡ് ആണ്. ഭാവിയിൽ വിഷ്ണു സ്വരൂപം കമ്പൈൻഡ്. അപ്രകാരം ബാബയും നമ്മൾ ആത്മാക്കളും കമ്പൈൻഡ് ആണ്. ബാബയും നമ്മൾ ആത്മാക്കളും കമ്പൈൻഡ്. ഈ സ്വരൂപത്തിന്റെ സ്മൃതിയിൽ കഴിഞ്ഞ് സ്വസേവനവും ഈ സ്വരൂപത്തിന്റെ സ്മൃതിയിൽ കഴിഞ്ഞ് സ്വസേവനവും സർവ ആത്മാക്കളുടെ സേവനവും ഒപ്പത്തിനൊപ്പം ചെയ്യുമെങ്കിൽ സഫലതാമൂർത്തിയായി മാറും. സേവനത്തിൽ വളരെയധികം ബിസി ആയിരുന്നു. സേവനത്തിൽ വളരെയധികം ബിസി ആയിരുന്നു. അതുകൊണ്ട് സ്വന്തം സ്ഥിതി ഒരു മോശമായി എന്ന് പറയരുത്. അതുകൊണ്ട് സ്വന്തം സ്ഥിതി മോശമായി എന്ന് പറയരുത്. സേവനത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മായ വന്നു, മൂഡ് ഓഫ് ആയി, അസ്വസ്ഥനായി എന്നൊന്നും പറയരുത്. സേവനത്തിന്റെ അഭിവൃദ്ധിയുടെ സാധനം തന്നെ സ്വസേവനവും
സർവരുടെ സേവനവും കമ്പൈൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. സ്വസേവനവും സർവരുടെ സേവനവും കമ്പൈൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. हमें खुशियों मंगों से आपने भर दिया बाबा, हमें खुशियों मंगों से आपने भर दिया बाबा, बहुत ही शुक्रिया। ബാബ പറയാണ്, നമ്മള് ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണിത്, പക്ഷെ എല്ലാത്തിനും പ്രാക്ടീസ് വേണം. അതായത് ബാബ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും, നമ്മൾ ബാബയും കൂടി ഒരുമിച്ച്. അപ്പോ ബാബ എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് അത് ബാബ ചെയ്യിപ്പിച്ചു. അപ്പൊ നമുക്ക് എന്ത് സേവ എന്നുള്ളൊരു ചിന്തയുടെ ആവശ്യമില്ല. ബാബ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ സേവനം ഭംഗിയായിപ്പോയി, നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. അപ്പൊ ബാബ പറയാണ്, ഈ സേവനത്തിന്റെ തിരക്കിൽ എന്നെ അങ്ങ് വിട്ട് കളയുമ്പോൾ ഒറ്റയ്ക്കാണ്. പിന്നെയാണ് പറയുന്നത്, മൂഡ് ഓഫ് ആയി, മായ വന്നു, ആകെ അസ്വസ്ഥമായി, അവര് ശരിയല്ല, ഇവര് ശരിയല്ല, മറ്റതാണ് മറിച്ചതാണ്. നമ്മൾ പോയത് സേവനത്തിനാണ്, പക്ഷെ നമ്മളെ മൊത്തം അശാന്തമായി, അസ്വസ്ഥമായി. അതിന് കാരണം എന്താണ്? ബാബ പറയാണ്, കമ്പൈൻഡ് സ്വരൂപത്തിൽ സേവ ചെയ്യില്ല. ബാബയും ഞാനും. ബാബയ്ക്ക് ഇഷ്ടമുള്ള സേവ നമ്മളെ കൊണ്ട് ചെയ്യും. ബാബ തന്നെയാണ് ബാക്കിയുള്ളവരെ കൊണ്ടും സേവ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ യാതൊരുവിധ അസ്വസ്ഥതകളും സേവാവിൽ വരാതിരിക്കാൻ നമ്മള് ബാബയുടെ ഓർമ്മയിലിരിക്കുക. ബാബ നമ്മളെ നമ്മുടെ സേവ വിട്ട് മറ്റുള്ളവരുടെ സേവ ചെയ്യാൻ പോകുമ്പോഴാണ് ബാബ പറഞ്ഞത്, അത് കമ്പൈൻഡ് ആയില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും. ഇന്നത്തെ ശ്ലോകം, ഖാദിക്കെ ഇച്ഛാവും കി അവിദ്യ ഹോൽ മഹാൻ സമ്പത്തിവാൻ വൻ. ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ? പരിധിയുള്ള ഇച്ഛകൾ എന്താണെന്ന് പോലും അറിയാത്ത, പരിധിയുള്ള ഇച്ഛകള്, അതിൽ അവിദ്യ, അതെന്താണെന്ന് പോലും അറിയാതിരിക്കുക, അവരാണ് മഹാൻ സമ്പത്തിവാൻ. പഞ്ചതത്വങ്ങളുടെ ഈ ലോകത്തിൽ നിന്നും നമുക്ക് ഒന്നും ആഗ്രഹമില്ല. എല്ലാം നമുക്ക് വേണ്ടത് വന്നോളൂ, നമ്മൾ ആഗ്രഹിക്കണം. അതിൽ യാതൊരു ആഗ്രഹവുമില്ല, വന്നത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്യും. അവരാണ് ഏറ്റവും വലിയ സമ്പത്ത്. പരിധിയുള്ള ഇച്ഛകളുടെ അവിദ്യ, അവരാണ് മഹാൻ സമ്പത്തിവാനാണ്. ഇന്ന് മമ്മയുടെ ഒത്തിരി ഡീപ്പായിട്ടുള്ളൊരു പോയിന്റ് ആണ്, നിരാകാരി ദുനിയ അവർ സാകാരി ദുനിയാക്ക വിസ്താർ. നിരാകാരി ലോകത്തിന്റെയും സാകാരി ലോകത്തിന്റെയും വിസ്താർ. സ്വയം പരമാത്മാവിലൂടെ നമുക്ക് ജ്ഞാനം മനസ്സിലായി. ഒന്ന് നിരാകാരി ലോകം, മറ്റൊന്ന് സാകാരി ലോകം. अब निराकारी दुनिया को कहते हैं ब्रह्मांड, अर्थात अखंड ज्योति महत्त्व, जो हम आत्मावं का और परमपिता परमात्मा का निवास है. ആ നിരാകാര ലോകത്തെ വിളിക്കുന്ന എന്താണ്? ബ്രഹ്മാണ്ടം, അല്ലെങ്കിൽ അഖണ്ഡ ജ്യോതി മഹത. അഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖണ്ഡിക്കാൻ പറ്റില്ല, ഞാൻ ഗ്യാപ്പില്ല, അതിന്റെ ഇടയിൽ ഒന്നില്ല, അല്ലെ? അത് അഖണ്ഡമാണ്. രണ്ട് ഇല്ലാത്തൊരവസ്ഥയ്ക്കാണ് അഖണ്ഡം എന്ന് പറയുന്നത്. അതായത് ഗ്യാപ്പില്ലാണ്ട് അനന്തമായി പരന്നിരിക്കുന്ന ഒരു പ്രകാശ തത്വമാണ്. അവിടെയാണ് ആത്മാക്കളും പരമാത്മാക്കളും വസിക്കുന്നത്. പരമാത്മാവ് ഉസ് നിരാകാർ ദുനിയാ സേ ഹി പരമാത്മാ ഹം ആത്മാവം കോ പാട്ട് ബജാനെ കെ ലിയെ സാകാർ സൃഷ്ടി മേ ഭേജത്തെ. ആ നിരാകാര ലോകത്തിൽ നിന്നാണ് ആത്മാക്കളെ ഈ സൃഷ്ടിയിലേക്ക് ബാബ അയക്കുന്നത്. ബാബ അയക്കുന്നതല്ല, അത് പറയാം, അങ്ങനെയും പറയും. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്? ഡ്രാമ അനുസരിച്ച് നമ്മളെല്ലാവരും വരുന്നത് ആ പരന്താമത്തിൽ നിന്നാണ്. जैसे ब्रह्मांड में आत्मावम का वृक्ष है, वैसे साकार सृष्टि में ആത്മാവം का ശരീര സഹിത വൃക്ഷ. ബ്രഹ്മമാണ് ദൈവം എന്ന് പറഞ്ഞു. കാരണം ബ്രഹ്മത്തിലിരിക്കുന്ന ബിന്ദുവിനെ വേദാന്തികൾ കണ്ട്, ഋഷികളും മുനികളും കണ്ടില്ല.
അവിടെ ബാബ നമുക്കൊരു അറിവ് നൽകാണ്. അഖണ്ഡമായ ബ്രഹ്മതത്വത്തിൽ അനേക കോടി ആത്മാക്കൾ ഒരു വൃക്ഷരൂപത്തിലിരും. അതിന്റെ മുകളിലാണ് പരമാത്മാവ്. ആ വൃക്ഷത്തിൽ നിന്നുള്ള ആത്മാക്കൾ കർമ്മക്ഷേത്രത്തിൽ ശരീരത്തിലേക്ക് വരുമ്പോൾ ഇത് ശരീരസഹിതം ഒരു കൽപ്പവൃക്ഷമായിട്ട് മാറും. ജൈസെ ജഡ് ജാഡ് കാ മിസാൽ ദേത്തെ ഹി ऐसे जाड़ की जड़ें नीचे रहती, वैसे मनुष्य सृष्टि को भी उल्टा जाड़ कहते, क्योंकि मनुष्य सृष्टि के जाड़ की जड़ें फिर ऊपर निराकारी दुनियाമായി. ഏതുപോലെ ഒരു വൃക്ഷത്തിന്റെ ഉദാഹരണം പറയും. ആ വൃക്ഷത്തിന്റെ വേര് താഴെയാണ്. മനുഷ്യ സൃഷ്ടി തലകീഴായ വൃക്ഷം എന്ന് പറയുന്നതിന് കാരണം ഇതിന്റെ വേര്, ഇതിന്റെ വിത്തും അല്ലെങ്കിൽ ഇതിന്റെ മൂലമായിരിക്കുന്നത് ബ്രഹ്മത്തിൽ ഉപരിയാണ്. അതുകൊണ്ടാണ് ഊർധ്വമൂലം അധശാഖം. ഇതിന്റെ മൂലം മുകളിലും ശാഖകൾ താഴോട്ടെന്നാണ് ഈ ഗീതയിലൊക്കെ പറയുന്നത്. വഹാംബി ഹരേക് ധർമ്മ കാ സെക്ഷൻ അലഗ് അലഗ്. അവിടെ ഒരു മുഖ്യമായ ഒരു പോയിന്റ് പറയാണ്. അവിടെ അനേക കോടി ആത്മാക്കൾ, അനേക ധർമ്മത്തിൽപ്പെട്ട ആത്മാക്കളുടെ സെക്ഷനുകളുണ്ട്. ക്രിസ്തു ധർമ്മപിതാവ്, അതിന്റെ താഴെ ആ ക്രൈസ്തവ ധർമ്മത്തിൽപ്പെട്ട എല്ലാ ആത്മാക്കളും സെക്ഷൻ. അവിടെ ക്രിസ്തുവിലെ ക്രിസ്ത്യാനിയില്ല, അതിവിടെ വരുമ്പോഴും. പക്ഷെ ബാബ പറയാണ് ഇവിടെ ഇരിക്കുന്നത് പോലെ തന്നെ അവിടെ ഒരു സെക്ഷനുണ്ട്. ആ സെക്ഷനിൽ നിന്നും വന്ന ആത്മാക്കൾ അവർ ആ ക്രിസ്ത്യൻ ധർമ്മത്തിലേക്ക് തന്നെ പോകുള്ളൂ. അവരെയൊന്നും ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഉസ് ദുനിയാമേ ഈ സൂര്യ ചന്ദ്രിക പ്രകാശനഹി, അവിടെ സൂര്യനും ചന്ദ്രനും പ്രകാശിക്കുന്നില്ല. ബൽക്കി വോ ദുനിയാത്തോ സ്വയം അഖണ്ഡ ജ്യോതി തത്വഹേ ജോ ബിൽക്കുൽ സ്ഥൂല തത്വം സെ അതിസൂക്ഷ്മ. അതായത് അത് ജ്യോതി തത്വമാണത്. അതൊരു സ്വയം പ്രകാശിക്കുന്ന ഒരു തത്വം. അതാണ് കാശി എന്ന് പറയുന്നത്. സ്വയം അതിന് വേറൊന്നും പ്രകാശിപ്പിക്കുന്നില്ല. അവിടെ സൂര്യനല്ല അതിനെ പ്രകാശിപ്പിക്കുന്നത്, ചന്ദ്രൻ അതിനെ പ്രകാശിപ്പിക്കില്ല, അഗ്നി അതിനെ പ്രകാശിപ്പിക്കുന്നില്ല. അത് സ്വയം പ്രകാശിക്കും. അത് ജ്യോതി തത്വമാണ്. അത് 5 തത്വങ്ങളെക്കാളും അതിസൂക്ഷ്മമായ തത്വമാണ്. जैसे साकार सृष्टि में 5 तत्वों की बनी हुई आकाश, वायु, अग्नि, जल और पृथ्वी, उसमें पृथ्वी ही स्थूल तत्व, उससे सूक्ष्म जल, सूक्ष्म अग्नि, उससे फिर सूक्ष्म है वायु, फिर है आकाश. ഈ 5 തത്വങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ട്. ഈ ഓർഡർ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ആകാശത്തിൽ നിന്ന് വായു എന്ന് പറയുന്നത്, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്നും ഭൂമി. അപ്പൊ അതിനും ഒരു സൂക്ഷ്മമായിട്ട് പറയുന്നു ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ശബ്ദത്തിന്റെ 4 മറ്റ് തന്മാത്രകളുടെ 2 കൂടി ചേർന്നിട്ടാണ് ഒരു ആകാശ തത്വം. അങ്ങനെ അതിനൊരു കണക്കുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അത് സയൻസിന്റെ തലത്തിലേക്ക് പോകുമ്പോഴും ഇതൊരു സ്ഥൂലമായ വസ്തുവാണ്. ഇത് നമ്മള് കത്തിക്കുകയാണെങ്കിലോ വായുവാകും, അല്ലെ, ജലമാകും. പിന്നെ ഇതാദ്യം ഒന്ന് ഉരുകും, പിന്നെ വായുവാകും. പിന്നെ അതിനേക്കാളും സൂക്ഷ്മമായ പ്ലാസ്മ എന്നാണ് സയൻസ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വസ്തു, തന്മാത്ര, ആറ്റം, ഇലക്ട്രോണ് ഇങ്ങനെയുള്ള തലത്തിലേക്ക്. അതല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥൂലമായ രീതിയിൽ കിടക്കുന്നതല്ല. സ്ഥൂലമായിട്ട് അത് പിന്നീട് പഞ്ചീകരണ പ്രക്രിയയിൽ കൂടെയാണ് ഭൂമി തത്വമായി. ഭൂമി തത്വത്തിൽ നിന്ന് അനേകം വൃക്ഷങ്ങളും ശരീരങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഭൂമി തത്വത്തിന്റെ ഭംഗി. അപ്പൊ അതിന്റെ ഓർഡർ പറയാണ് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. അപ്പൊ ഇൻ 5 തത്വം സേ ഭി അതിസൂക്ഷ്മ അഖണ്ഡ ജ്യോതി. ഈ ആകാശ തത്വത്തെക്കാളും സൂക്ഷ്മമായ തത്വം ഉണ്ടോ? അതാണ് മഹത്തത്വം, പ്രധാനം എന്ന് പറയും. മൂലപ്രകൃതി, പരാപ്രകൃതി, അല്ലെ, അതാണ് ബ്രഹ്മ. ജോ ഈ സ്ഥൂല സൃഷ്ടി സേ പാർ നിരാകാരി തുല്യ. ഈ സ്ഥൂല സൃഷ്ടിക്കും ഉപരിയായ നിരാകാരങ്ങൾ. ജഹം ഫിർ ഹം ആത്മായം अंडे मिसल अपने परमपिता परमात्मा के साथ रहते तो ब्रह्मांड से अलग है यह सागर सृष्टि. അവിടെ നമ്മൾ ആത്മാക്കൾ ഒരു അണ്ഡാകൃതിയിൽ ഒരു ബിന്ദുവായിട്ട് ഈ ബ്രഹ്മതത്വത്തിൽ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ബ്രഹ്മാണ്ഡം. ഈ ബ്രഹ്മാണ്ഡം ഈ സാകാര ലോകത്തിന്റെ വ്യത്യസ്തമാണ്. അപ്പൊ ഇതില് വളരെ ഇതാണ്, അല്ലെ, ബ്രഹ്മം വരെ വേദാന്തികളെത്തി. ആ ബ്രഹ്മത്തിൽ ഒരു വൃക്ഷം ഉണ്ടെന്നും അതിൽ അനേക കോടി വ്യത്യസ്ത പാർട്ട് കുറിച്ചു വച്ചിരിക്കുന്ന ആത്മാക്കൾ ഉണ്ടെന്നും ഈ ആത്മാക്കൾ അവിടെ നിന്ന് ഇങ്ങടേക്ക് വരാണെന്നും അവിടുന്ന് അവസാനം ഭഗവാൻ വരാണെന്നും നമ്മളെല്ലാം കൂട്ടിക്കൊണ്ടു പോകാനുള്ള അറിവ് ആർക്കില്ല? ഋഷികൾക്കും മുനികൾക്കും. അതാണ് ഗീതയെ പറയുന്ന ഋഷികളും മുനികളും പിന്നെ അറിയില്ല. അത് ഗീതയിലുണ്ട്. പക്ഷെ ഇപ്പൊ ഗീത വായിച്ചാൽ മനസ്സിലാവും, ഇത് വായിച്ചാൽ മനസ്സിലാവുള്ളൂ. ഈ വരുന്നതിന് പോക്കും കൃത്യമായിട്ട് ഗീതയിലുണ്ട്. അവ്യക്താൽ വ്യക്തയ സർവഹ പ്രഭവന്ത്യഹ രാഗമേ രത്യാഗമേ അവശപ്പാർത്ഥ തത്രൈവാവ്യക്ത സംജകെ ഭൂതഗ്രാമസ ഏവായ ഭൂത്വാ ഭൂത്വാ പ്രലീയതേ. അർജുന, ആ അവ്യക്തത്തിൽ നിന്നാണ് എല്ലാവരും ഇവിടേക്ക് വരുന്നത്.
രാത്രിയിൽ എല്ലാവരും അങ്ങടേക്ക് തന്നെ പോകും. അതേ പ്രാണി സമൂഹം തന്നെയാണ് ഉണ്ടായി വീണ്ടും പോകും. അത് എന്റെ അധ്യക്ഷതയിൽ ഇങ്ങനെ നടക്കാണ്. അപ്പൊ ഇതെല്ലാം ഗീതയിലുണ്ട്. പക്ഷെ എന്നിട്ട് ആൾക്കാർ സമ്മതിക്കാത്ത സമയമാകുമ്പോൾ സമ്മതിച്ചു. അപ്പൊ ഈ തത്വങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബ്രഹ്മതത്വമാണ് ഈ 5 തത്വത്തെക്കാളും സൂക്ഷ്മമായ തത്വം. അത് ഇവിടെ ഉണ്ടോ? അതാണ് വേറൊരു വിഷയം. അതിലേക്ക് നമ്മൾ പോകണ്ട. എന്തായാലും സൂക്ഷ്മാതി സൂക്ഷ്മം സ്വയം പ്രകാശിക്കുന്ന തത്വം, പരമമായ തത്വം, അല്ലെ, പരാപ്രകൃതി എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പൊ ഇന്ന് ബാബ നമ്മളെ പഠിപ്പിച്ച ഇതാണ്, മധുരമായ കുട്ടികളെ, ബാബയുമായിട്ട് നമുക്ക് മിലനം ചെയ്യണമെങ്കിൽ, പാവനമാകണമെങ്കിൽ സത്യസത്യമായ ആത്മീയ പ്രിയതമകളായി മാറി ഒരു ബാബയെ ഒഴികെ വേറെ ആരെയും ഓർമ്മിക്കാതെ. ബ്രാഹ്മണർ ദേവതകളാകും. ബ്രാഹ്മണരുടെ പദവി ദേവതകളെക്കാളും ഉയർന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സത്യസത്യമായ ആത്മീയ സോഷ്യൽ വർക്കേഴ്സ് ആണ്. മനുഷ്യാത്മാവിന് പവിത്രതയുടെയും യോഗത്തിന്റെയും ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നു. മുങ്ങിപ്പോയ ഭാരതത്തെ നമ്മൾ ശ്രീമത്തിലൂടെ ഉയർത്തിയെടുക്കാം. നരകവാസിയായ ഭാരതത്തെ സ്വർഗവാസിയാക്കാൻ ആ സേവനം ദേവതകൾ ചെയ്യുന്നില്ല. ഈ സമയത്ത് ചെയ്ത സേവനത്തിന്റെ പ്രാലബ്ധമാണ് അവർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണര് ദേവതകളെക്കാളും ഉയർത്തും. ബ്രാഹ്മണരെയാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഈശ്വരനുമായിട്ട് ചേരുന്നത് ബ്രാഹ്മണരാണ്. ദേവതകൾക്ക് ഈശ്വരൻ ആരാന്ന് നമ്മേ വിധു സുരഗണ പ്രഭവം ന മഹർഷി. ദേവതകളും എന്നെ അറിയില്ല, ഋഷികളും മുനികളും ഒന്നും എന്നെ അറിയില്ല. ഈ സമയത്ത് ബ്രാഹ്മണർ മാത്രമാണ് ബാബയെ അറിയുന്നത്. ബാബയാണ് ലോകത്ത് ഉയർത്താൻ വരുന്നത്. ആ ബാബയുടെ കൂട്ടത്തിന് സേവ ചെയ്യുന്നത് ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർ ചെയ്യുന്ന സേവനത്തിന്റെ പ്രതിഫലമാണ് അവർക്ക് കിട്ടുന്ന പദവി. അവിടെ എല്ലാവിധ സുഖങ്ങൾ ഉണ്ടാകുമെങ്കിലും ബാബ പറയാണ്, ഇവിടെയാണ് അതിന്റെ പ്രാലബ്ധം നമ്മൾ എടുക്കാനുള്ള സേവനം നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ബ്രഹ്മാവ് നമുക്ക് അച്ഛനാണ്, ശിവൻ നമുക്ക് മുത്തച്ഛനാണ്, നമ്മളെല്ലാം സഹോദരങ്ങളാണ്. അപ്പോൾ ഇതൊരു ഈശ്വരീയ കുടുംബമാണ്. ബാബ പറയാണ് ഇതൊരു ദർബാറുമാണ്, അതേസമയം ഇതൊരു ഈശ്വരീയ കുടുംബമാണ്. ഇവിടെ ബാബ പറയാണ്, ബാബ നമ്മളെ പഠിപ്പിക്കാൻ എല്ലാവരും ഒരുപോലെ പഠിക്കില്ല. വന്നു പോകുന്നവർ, കുറച്ച് പഠിക്കുന്നവരുണ്ട്, അവർ ചെറിയ പദവിക്കാരായിരിക്കും. ദേവതകളാകാത്തവരുടെ വരും, മറ്റു ധർമ്മത്തിൽപ്പെട്ടവരും വരില്ല. അവർ അതിനൊക്കെ ഒരു കണക്കുണ്ട്. അവരെല്ലാം പിന്നീട് വരുന്നവരാണ്. സ്വർഗത്തിൽ ഭാരതം മാത്രമേ ഉണ്ടാവുള്ളൂ. ആരാണോ ഈ സമയത്ത് ബ്രാഹ്മണരാകുന്നത് അവരെ ദേവതകളാകുള്ളൂ. ബ്രാഹ്മണരെയാണ് ഈശ്വരൻ പഠിപ്പിക്കുന്നത്. ബ്രാഹ്മണരോട് ബാബ പറയാണ്, മുങ്ങിപ്പോയ ഭാരതത്തെ ബാബയുടെ ശ്രീമത്തിലൂടെ ഉയർത്തിയെടുക്കാനുള്ള സേവനം ചെയ്യണം. അതിന് വേണ്ടത് പവിത്രതയുടെ ശക്തി തന്നെയാണ്. ബാബ പവിത്രത ഉണ്ടെങ്കിൽ എന്റെ കുട്ടിയെ ഞാൻ വിളിക്കുകയുള്ളൂ. ലൗകികത്തിൽ ബാബ പറഞ്ഞു അപവിത്രമാകണം. അവിടുത്തെ യാത്രകളും സ്ഥൂല യാത്രകളും അതുപോലെ തന്നെയാണ്. യാത്ര പോകുമ്പോൾ പവിത്രമാകും, തിരിച്ചു വരുമ്പോൾ അപവിത്രമാകും. പക്ഷെ ഇതൊരു ആത്മീയ യാത്രയാണ്. ഈ യാത്രയിൽ പവിത്രതയുടെ ബലം ആവശ്യമുണ്ട്. അത് 21 ജന്മത്തേക്ക് നിൽക്കും. അങ്ങനെ പകുതി ഭാഗം നമ്മൾ സുന്ദരന്മാരായിരിക്കും, പകുതി നമ്മൾ ശ്യാമന്മാരാകും. എല്ലാവരും കറുത്തു പോകുമ്പോൾ ആ യാത്രക്കാരൻ വന്നിട്ട് നമ്മൾ വിളിക്കും. അതിനുള്ള ഏക മാർഗം നിരന്തരം എന്നെ തന്നെ ഓർമ്മിക്കും. ഞാൻ എല്ലാ ആത്മാക്കളുടെയും പ്രിയതമനാണ്. ഇഹലോകത്തിൽ ബാബ പറയാണ് ഈ ശരീരത്തിന്റെ ബോധത്തിലുള്ള പ്രിയതമനും പ്രിയതമകളുമാണ്. അതിൽ തന്നെ ചിലര് വികാരത്തിന് വേണ്ടി പോകുന്നവരും ചിലര് പ്യുവർ സ്നേഹത്തിന് വേണ്ടി നിൽക്കുന്നവരുമുണ്ട്. ഇത് പക്ഷെ തികച്ചും ആത്മീയമായ തീർത്ഥയാത്രയാണ്, ആത്മീയമായ സ്നേഹമാണ്. ഇതിലൂടെ മാത്രമേ പവിത്രമാകുള്ളൂ. ഇത് വിചാരണയുടെ സമയമാണ്. അനേക ജന്മങ്ങളുടെ പാപഭാരം ശിരസിലുണ്ട്. അന്തിമ ജന്മമായി വിനാശം നടക്കും. അതുകൊണ്ട് ബാബ പറയാണ് ഈ സമയത്ത് എന്നെ തന്നെ നിരന്തരം. എന്തുകൊണ്ടെന്നാൽ ഈ സമയം യോഗത്തിലൂടെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ചോളണം. ബാബ പറയണം യോഗത്തിന്റെ സേവനമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പ്രസ്ഥാനം ചെയ്യുന്നത് തന്നെ എന്താണ്? ഈ പോയ ഭാരതത്തെ ഉയർത്തിയെടുക്കുക. പിന്നെ ബാബ എന്താ വരദാനത്തിൽ പറഞ്ഞത്? നമ്മുടെ സേവനം ബാബ പറയണം കമ്പൈൻഡ് ആയിട്ട് സേവ ചെയ്താൽ ക്ഷീണം വരും, മായയും വരില്ല. ബാബ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, നമ്മളും ബാബയും കൂടി ചേർന്നിരുന്നു ചെയ്യുന്നു എന്ന് വരുമ്പോൾ സേവ കഴിഞ്ഞിട്ട് അങ്ങനെയായി ഇങ്ങനെയായി എന്നുള്ള പ്രധാനവും മൂഡ് ഓഫ് ആകില്ല, ഡിസ്റ്റർബ്ഡ് ആകില്ല. അല്ലെ, വരദാനത്തിലെ സ്ലോഗനിൽ എന്താണ് പറഞ്ഞത്? സ്ലോഗനിൽ പറഞ്ഞത് പരിധിയുള്ള ഇച്ഛകളിൽ നിന്ന് നമ്മൾ അവിദ്യയാകാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പന്ന. അങ്ങനെ അവസ്ഥയുള്ളവർക്കാണ് പ്രകൃതി എല്ലാം സത്യത്തിൽ. പിന്നെ അമ്മ എന്താ പറഞ്ഞത്? തത്വങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ട്, അല്ലെ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ബ്രഹ്മം. ബ്രഹ്മം മഹത്തത്വമാണ്, അത് സ്വയം പ്രകാശിക്കുന്ന തത്വമാണ്, അഖണ്ഡ ജ്യോതിയാണ്, അതിന് അറ്റവുമില്ല, അത് അനന്തമായിട്ട്. അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ 5 തത്വം. അതിലാണ് ഒരു ഭൂമി, അതിലാണ് ഒരു ചെറിയ തുണി. ഓം ശാന്തി. നമുക്ക് ഒരു മിനിറ്റ്